ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ്. ആദ്യം തന്നെ ചായയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ദോശ നമ്മൾ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ദോശൻ്റെ മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത് അടുപ്പത്താണ് കേട്ടോ. ആദ്യം തന്നെ തീയൊക്കെ കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാലേ എനിക്ക് ആ 3 കല്ല് അടുപ്പിച്ച് വെച്ച് സിമെൻറ്റൊക്കെ തേച്ചിക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു അടുപ്പിൽ കുക്ക് ചെയ്തിട്ട് ശീലമുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ അടുപ്പിൽ ശീലമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു അടുപ്പിൻ്റെ അപ്പുറത്തുള്ള ചെറിയ അടുപ്പുണ്ടല്ലോ, ആ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പുകയാവുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ എനിക്ക് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാനവിടെ ചെറിയ പാത്രം വെച്ച് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ വെക്കുമ്പം അത്യാവശ്യം നല്ലപോലെ പുക കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പാത്രത്തിൽ വെള്ളം വെക്കാത്തത് കേട്ടോ. ഈ ഒരു അടുപ്പ് തീയൂട്ടി ശീലമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ പുക എങ്ങനെ തീർക്കണം എന്നുള്ളത് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് കമൻറ്റിൽ അങ്ങനെ അയച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. അങ്ങനെ ഞാൻ ചെയ്തു നോക്കി. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് മൊത്തം പുക വരികയാണ്. പിന്നെ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അവിടെ ആ ഒരു ചുട്ടെടുപ്പത്ത് വെള്ളം വെച്ച് കൊടുക്കാത്തത് കേട്ടോ. അങ്ങനെ ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കുന്നത് ചെറുപയർ കറിയാണ് കേട്ടോ. ചെറുപയർ തലേന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തക്കാളിയും പച്ചമുളകും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ അങ്ങോട്ട് കൂക്കിച്ചെടുക്കുകയാണ്. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ നമുക്ക് ഭാരമായിട്ട് തോന്നും കേട്ടോ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മളെ ഉള്ളിൽ ടെൻഷനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ മടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓവർ തിങ്കായിട്ട് പല കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടുന്നതും, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന ജോലിയോട് തന്നെ മടുപ്പ് തോന്നുന്നതും, ഇത് പിന്നീട് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് മോശം തന്നെ രീതിയിൽ നമുക്ക് തിരിച്ചടിക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. മനസ്സിനെ എത്രത്തോളം ഫ്രീ ആക്കി ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഫ്രീ ആയിരിക്കണം കേട്ടോ. ഞാൻ ഒരു കാലത്ത് ഇതേപോലെ ഒരുപാട് ടെൻഷനും ഒരുപാട് സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല, പുറത്തേക്ക് വരണം, കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ കണ്ടറിയണം. നമ്മുടെ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ പറയും, അല്ലെങ്കിൽ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനപ്പം ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നതെന്നുള്ളത്. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുപോലെ ടെൻഷനോ അല്ലെങ്കിൽ വീട്ടുജോലികൾ എടുക്കാനോ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ചെങ്കിലും മോട്ടിവേറ്റ് ആവാൻ കഴിയുമ്പം എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളും ചില ടിപ്സുകളും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നത് കേട്ടോ. ടെൻഷൻ അനുഭവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ടെൻഷൻ മുഴുവൻ നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കണം. നമ്മൾ അനുഭവിച്ച ആ ടെൻഷൻ അതേ അളവിൽ മറ്റൊരാൾ അനുഭവിക്കുമ്പോഴാണ് അവർക്കും ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ടെൻഷൻ അടിക്കാതെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെ സംശയമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കാം. നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ വേറൊരാൾക്കും അറിയില്ല. എത്രത്തോളം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഹൈഡാക്കി വെക്കുന്നുണ്ട്, ഓരോ വ്യക്തിയും ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. എനിക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ മടിച്ച് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ വേറൊരു വ്യക്തി വരില്ല എന്നുള്ളത് 100% എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടെൻഷൻ അടിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പം ഈ ജോലിയൊക്കെ ഞാൻ ചെയ്യണം എന്നുള്ള ആ ഒരു ബോധം എനിക്കുണ്ടായത് മുതൽ ഞാൻ ആ ടെൻഷനൊക്കെ മാറ്റി വെക്കും. ടെൻഷൻ അടിക്കാൻ പിന്നീട് ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് പിന്നെ ടെൻഷനെ പറ്റിയിട്ട് ഓർക്കാറുള്ളൂ കേട്ടോ. അതുവരെ ഞാനത് മാറ്റി വെക്കാനാണ് നോക്കുക. ഏറ്റവും കൂടുതൽ ടെൻഷൻ
അടിച്ചിരിക്കാൻ അങ്ങനത്തെ ഒരു സാഹചര്യം വരുത്താതിരിക്കുക. അങ്ങനെയൊക്കെ മാക്സിമം നോക്കിയാൽ നമ്മുടെ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർത്തിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഉച്ചയത്തെ പണിയെടുക്കുന്നത് കുളിയും കാര്യങ്ങളും അലക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ കറി മാത്രം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ മതി. തലേന്ന് എൻ്റെ ഉമ്മ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ചിക്കൻ കടായും അതുപോലെ നെയ്ച്ചോറാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ കടായി ഇല്ല, നെയ്ച്ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കറിയും നെയ്ച്ചോറും ആക്കാമെന്നുള്ളത് കേട്ടോ. അങ്ങനെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ 2-3 കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. അടുപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ചെറിയ അടുപ്പിൽ വെള്ളം വെച്ചാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഞാൻ വെക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതേപോലെയാണ് ആവുന്നത്. ഇൻഷാ അല്ലാഹ് ഞാനൊന്നും കൂടി ട്രൈ ആയി നോക്കട്ടോ. കാരണം നമ്മൾക്ക് ആദ്യമായിട്ടായിട്ട് ഈ അങ്ങനത്തെ അടുപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചട്ടി മയക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ ചട്ടി വാങ്ങിയ ഉടനെ തന്നെ നല്ലപോലെ കേക്ക് എടുക്കും കേട്ടോ. കേക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ, ആ കഞ്ഞിവെള്ളം പാർന്ന് വെച്ചിട്ട് നമ്മൾ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ അടുപ്പൊക്കെ എന്താ പറയുക കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുപ്പത്ത് നമ്മൾ വെറുതെ നല്ല പോലെ കണലുണ്ടാവില്ല, കണലിൻ്റെ ആ ഒരു കണലിൻ്റെ മുകളിലായിട്ട് ഞാൻ എന്താ പറയുക ഈ മയക്കാനുള്ള ചട്ടിയും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെക്കും കേട്ടോ. അതൊരു 3 ദിവസത്തോളം വെക്കും. പക്ഷേ കഞ്ഞിവെള്ളം മാറ്റി കൊടുക്കും കേട്ടോ ഓരോ ദിവസമായിട്ട്. ചട്ടി മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ടിപ്പ് അതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഇതാ ഞാൻ ഉമ്മ വന്നതുകൊണ്ട് തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അത് കളഞ്ഞ് എടുക്കുന്നുണ്ട്. അതിനിടയിൽ ഇതാ മുത്തച്ഛൻ്റെ അന്ന് കൊണ്ടുവന്ന് കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നേ, കുറച്ച് ദിവസമായി കൊണ്ടുവന്നിട്ട്. അതുകൊണ്ട് തന്നെ അതിന് തണ്ടെന്ന് ഒക്കെ ഇല വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനിടയിൽ ഇതാ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് ചിക്കനൊക്കെ ചേർത്ത് കണ്ട് ചിക്കൻ കറി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ വിരുന്ന് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്കങ്ങനെയാണല്ലോ, എനിക്ക് വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിരുന്നാർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉച്ചയത്തെ ചോറും കഴിച്ച് രാവിലത്തെ ചെറുപയർ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറിയും കൂടെ വേറൊന്നുമില്ല കേട്ടോ. അതൊക്കെ കഴിച്ചു വൈകുന്നേരം ആയപ്പം ഉമ്മ വന്നതാണല്ലോ, ഉപ്പിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വേഗത പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണേ. തലേന്ന് ഞാൻ കടയിൽ പോയപ്പം നല്ല വലുപ്പത്തിലുള്ള പഴം തന്നെയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നടുവൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാവ് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നായിട്ട് തന്നെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പഴംപൊരി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു പാനാണ് വെച്ചത്, പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഓയിലൊക്കെ വെച്ച് ചൂടായതിന് ശേഷം ഇതാ പഴംപൊരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ സോഫ്റ്റായിട്ട് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എന്താ ആദ്യത്തെ ഇട്ട് കൊടുത്തത് മുഴുവനായിട്ട് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടെ മക്കളും കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മയപ്പൊക്കെ പോയി കഴിഞ്ഞാലാണ് കേട്ടോ ഞാൻ ചായ കുടിക്കുന്നത്. എനിക്കെന്തോ അവർ പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മാതിരി കേട്ടോ. എന്തായാലും നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.